മൂവാറ്റുപുഴയിൽ പട്ടാപ്പകൽ വയോധികയുടെ വായിൽ തുണി തിരുകി മോഷ്ടാവ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. മാറാടി മഞ്ചേരിപ്പടിയിൽ താമസിക്കുന്ന പൂമറ്റത്തിൽ മറിയാമ്മയെയാണ് മോഷ്ടാവ് വായിൽ തുണി തിരുകിയതിനു ശേഷം കയ്യിലും കഴുത്തിലും കിടന്നിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയാണ് മോഷണം നടന്നത്. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന മറിയാമ്മയുടെ വായിൽ തുണി തിരികിയ ശേഷം കയ്യിലും കഴുത്തിലും ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാവ് കവർന്നത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ജോലിക്കാരിയെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് മോഷണം നടത്തിയതെന്നും മറിയാമ്മ പറഞ്ഞു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കട്ടിൽ ആരോ ഇരിപ്പുണ്ട്. അത് ഇങ്ങനെ ഇട്ടിട്ട് എൻ്റെ കൈയിട്ടുണ്ട് തിരിക്കുക, തുറക്കാം ഇത് ഊരാൻ വേണ്ടിയിട്ടും വള ഊരാൻ വേണ്ടിയിട്ട്. അത് എങ്ങനെയാണോ ഞാൻ കൈ എടുക്കുകയോ എന്തോ ചെയ്തപ്പോഴും അയാളെ കഴുത്തേ കിടക്കുന്ന കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ പ്രവൃത്തി കണ്ടിട്ട് കഴുത്തേ കിടന്നത് ഊരി കയ്യെ കിടന്നത് വലിച്ചൂരി ഒത്തിരി പാടുപെട്ട് അയാൾ ഊരിയെടുത്തേ. ബാക്കി ഒരു കയ്യിൽ 3, ഒരു കയ്യിൽ 1. വളയും മാലയും. ആ, മാലയിൽ ഒരു പവൻ്റെ ലോക്കറ്റുണ്ട്. ഒന്നും വേണ്ടില്ല. വയറ് തുണി ഇത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പെണ്ണ് എൻ്റെ സെർവൻ്റ് അവൾക്കൊട്ടയുടെ അടിയും കൊടുത്ത് അവളെ അകത്ത് കയറ്റി വിട്ടു. കഥകിൻ്റെ കുറ്റിയും പറിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവളെ ഞാൻ വിളിച്ച് അതുകൊണ്ടാണോ എന്നാണോ അവൾ ഏതായാലും ഇതിലേ വന്നു ഇവിടെ കയറിയോടുകൂടി അവൾക്ക് പോകാൻ ധൃതിയായി. അവൻ പോയി. 6 സ്വർണ്ണവളകളും ഒരു മാലയും ഉൾപ്പെടെ ഏകദേശം 12 പവൻ സ്വർണ്ണമാണ് നഷ്ടമായത്. സമീപവാസികൾ പള്ളിയിൽ പോയ സമയത്താണ് മോഷണം നടന്നതെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീട്ടിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയായ ജോലിക്കാരിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.